ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ മലയാള പുസ്തകങ്ങളുടെ പട്ടിക മലയാള മനോരമ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഏറ്റവും ബൗദ്ധികാംശം അടങ്ങുന്ന കൃതി ഏതാണ്? ബൗദ്ധികാംശമുള്ള നോവൽ വി.ജെ. ജെയിംസിൻ്റെ നിരീശ്വരനാണ്. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിൻ്റെ ധൈര്യം. ഇംഗ്ലീഷിൽ സെറിബ്രൽ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ധാര വാസ്തവത്തിൽ വളരെ ശക്തമാണ്. ഏറെക്കാലമായി ലോക സാഹിത്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ധാര തന്നെയാണതിൽ. അതിൽ ആശയങ്ങൾ, സാങ്കേതികമായിട്ടുള്ളതും ചിന്താപരമായിട്ടുമുള്ള വിഷയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, സദാചാരം തുടങ്ങി ഒരു കഥാതന്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് വളരെ ആഴത്തിലുള്ള കനപ്പെട്ട ആശയങ്ങളാൽ നയിക്കപ്പെടുന്ന കൃതികളാണ്. ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായ ജെയിംസ് ജോയ്സിൻ്റെ യുലിസസ്, അല്ലെങ്കിൽ തോമസ് മൻ്റെ മാജിക് മൗണ്ടൻ, ഡോസ്റ്റോയ്സ്കിയുടെ ബ്രദേഴ്സ് കരമസോവ്, ഇങ്ങനെയൊക്കെയുള്ളതും സമീപകാലത്ത് അതിനുശേഷം കാഫ്കയുടെ നോവലുകൾ, ട്രയൽ പോലെയുള്ള നോവലുകൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള തരം നോവലുകളാണ്. ഇന്ത്യയിൽ അമിതാവ് ഘോഷിൻ്റെ സമീപകാല ഇന്ത്യൻ ആംഗ്ലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അമിതാവ് ഘോഷ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതിലൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രം, ശാസ്ത്രം, സദാചാരം, ധാർമ്മികത ഇവയൊക്കെ വളരെ ശക്തമായി, വളരെ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള സാന്നിധ്യമുള്ള നോവലുകളാണ്. അപ്പോൾ അതിൻ്റെ കഥയും അതിൻ്റെ കഥാസന്ദർഭങ്ങളുമൊക്കെ വാസ്തവത്തിൽ പലപ്പോഴും ഒരു ഇൻസിഡൻ്റലായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളെ വഹിക്കുന്ന ഒരു വാഹനങ്ങളായി മാത്രമാണ് പലപ്പോഴും പോകുന്നത്. ഗംഭീരമായിട്ടുള്ള വർക്കുകൾ തന്നെയാണ്. നിരീശ്വരൻ വി.ജെ. ജെയിംസ് ഈ നമ്മുടെ വർത്തമാനകാല സാഹിത്യകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. ശാസ്ത്രജ്ഞൻ, അദ്ദേഹം VSSCയിലെ ശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. മുൻപ് അദ്ദേഹം എഴുതിയ പുറപ്പാടിൻ്റെ പുസ്തകം വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന ഒന്നാണ്. ചോരശാസ്ത്രം, ഒറ്റക്കാലൻ കാക്ക, ഇതെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയ കൃതികളാണ്. നിരീശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസികളായ, സാധാരണ ഈശ്വരവിശ്വാസികൾ, ആചാരബദ്ധമായിട്ടുള്ള മതവും ജാതിയും ഒക്കെയുള്ള സാധാരണ ഒരു സമൂഹത്തിൽ എങ്ങനെ 2-3 ചെറുപ്പക്കാർ ചേർന്ന് ഈശ്വരവിശ്വാസത്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന, ആത്മീയതയെ ചോദ്യം ചെയ്യുന്ന, ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വാസ്തവത്തിൽ അത് മറ്റൊരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരികയും ആ ചെറുപ്പക്കാർ ആ പ്രദേശത്ത് അതൊരു നിരീശ്വരത്വത്തിൻ്റെ സ്ഥാപനത്തിന് അവരെങ്ങനെ മുൻകൈ എടുക്കുന്നുണ്ട്. അവർ ആ ഈശ്വരനായി അവർ ഒരു നിരീശ്വരനെ പ്രതിഷ്ഠിക്കുകയാണ്. നിരീശ്വരൻ എന്നൊരു സങ്കല്പത്തെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഒരു കബന്ധ രൂപിയായ നിരീശ്വരനാണ്. മുഖമില്ല, ബാഹുക്കളില്ല. അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു അരൂപിയായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായ രൂപങ്ങളില്ലാത്ത ഒരു നിരീശ്വരനെ പ്രതിഷ്ഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ സദാചാര അല്ലെങ്കിൽ ധാർമ്മിക ആയിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളെയും തലകുത്തി നിർത്താൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ തെരുവ്, ദേവത്തെരുവ് എന്നറിയുന്നത് ഇവരത് ആഭാസത്തെരുവ് എന്ന് പേര് മാറ്റുന്നു. ആഭാസത്തെരുവ് എന്ന് വെച്ചാൽ ആ 3 ചെറുപ്പക്കാരുടെ പേരുകളിലെ ആദ്യാക്ഷരങ്ങളാണ്. ആൻ്റണി, ഭാസ്കരൻ, സഹീർ, ഇവർ 3 പേർ ചേർന്നാണ് അത് ആഭാസത്തെരുവ് എന്നാക്കുന്നു. തെരുവിൻ്റെ പേരുകൾ എല്ലായിടത്തും എഴുതി വയ്ക്കുന്നു. അവരവിടുത്തെ ആ ഗ്രാമത്തിലെ ഒരു വേശ്യയെയും ആ ഗ്രാമത്തിലെ ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരു ചെറുപ്പക്കാരനെയും ഒക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ പരികർമ്മികളാക്കി കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട പൂജാരിയായി വരുന്നത് ഒരു നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട, ദൈവത്തിനോട് തന്നെ അങ്ങനെ എതിരാളിയായി മാറുന്ന, വിശ്വാസത്തിനെതിരാളിയായി മാറുന്ന ഒരു എംബ്രാന്തിരിയെ കൊണ്ട് പൂജാരിയാക്കുന്നു. ഇങ്ങനെ നിലവിലുള്ള എല്ലാ വ്യവസ്ഥയും തലകുത്തി നിർത്തുന്ന ഒരു പരിശ്രമം ഒരു വശത്ത്. അതിനോടൊപ്പം തന്നെ ശാസ്ത്രത്തിൻ്റെ വളരെ സങ്കീർണ ജടിലമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ ഒരു റോബർട്ടോ എന്ന് പറയുന്ന ആൾ ഒരു ഗന്ധത്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന, ഗന്ധത്തിൻ്റെ സാധാരണ സാധ്യതകളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ പ്രദേശത്ത് വന്നു ചേരുന്നു. ഇങ്ങനെ ഒരുപാട് ഒരു മൾട്ടി ലെയർഡായിട്ടുള്ള വളരെ ഒന്നിലേറെ നറേറ്റീവുകളും ഒന്നിലേറെ ലെയറുകളും അല്ലെങ്കിൽ അതിൻ്റെ ഉപപാഠങ്ങളും പാഠങ്ങളും ഒക്കെയുള്ള
ഒരു 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 വളരെ ഒരു മൾട്ടിപ്പിൾ എന്താ പറയുക നറേറ്റീവ് ഉള്ള ഒരു നോവലായിട്ട് ഇത് മാറുകയാണ്. ഈ നോവലിൻ്റെ ഈ യാത്രക്കിടയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കഥയുടെ യാത്രക്കിടയിൽ ക്രമേണയായിട്ട് ഈ നിരീശ്വരൻ മറ്റൊരു ഈശ്വരനായിട്ട് മാറുകയും ആ മുമ്പുണ്ടായിരുന്ന ദൈവവിശ്വാസത്തിനുമായിട്ട് അതിന് സാമ്യമായിട്ടുള്ള ആചാരങ്ങളും ഭക്തിയും ഒക്കെയായിട്ട് അതൊരു പുതിയ ദൈവമാകുക, ആ നാട്ടുകാർ അതൊരു മറ്റൊരു ദൈവമായിട്ട് മാറി. പ്രതിഷ്ഠിച്ചവർ വാസ്തവത്തിൽ അതിനെതിരായിട്ട് അവസാനം അവരെന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിച്ചത് ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തത് കൊണ്ട് അവർ പ്രതിഷ്ഠിച്ച നിരീശ്വരനെ തന്നെ അവർ തകർക്കാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും നാട്ടുകാർ ആ നിരീശ്വരൻ്റെ സംരക്ഷകരായി മാറുന്നു. ഇതൊരു വളരെ രസകരമായിട്ടുള്ള ചരിത്രത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാക്രികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. മാത്രമല്ല പല സർട്ടനിറ്റീസിൻ്റെയും പല ഉറപ്പുകളെയും സംശയത്തോടെ കാണുന്നതാണ്. ഇത് സദാചാരത്തിൻ്റെയും എന്താ പറയുന്നത് ഒരു അധാർമികതയുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വ്യർത്ഥതയെക്കൂടെ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയുള്ള സഞ്ചാരം, ആത്മീയതയുടെയും ഭൗതികതയുടെ ഇടയിലുള്ള സഞ്ചാരം, ശാസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ഇടയിൽ ഇതിനെ ഒന്നും കൃത്യമായി വാസ്തവത്തിൽ ഒരു സത്യമോ വാസ്തവികതയോ ഇല്ല. ഇതിന് അപ്പുറത്ത് അല്ലെങ്കിൽ ഇതെല്ലാം കലരുന്ന ഒരു മിശ്രിതം ആണ് വാസ്തവത്തിൽ സത്യം, യാഥാർത്ഥ്യം എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ഈ നോവലിൽ തരുന്നത്. വാസ്തവത്തിൽ അതൊരു വളരെ ഫിലോസഫിക്കലാണ്, വളരെ ഒരു ദാർശനിക നോവലാണ്. അതേ സമയത്ത് ശാസ്ത്രത്തിൻ്റെ ദീർഘമായിട്ടുള്ള പല അധ്യായങ്ങളും പൂർണ്ണമായിട്ടും ചില ശാസ്ത്ര സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിനകത്ത് പരാമർശിക്കുന്നത്. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിൻ്റെ ധൈര്യം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലാണിത്. അതിൽ ശാസ്ത്രമുണ്ട്, ദർശനമുണ്ട്, അതിൽ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്, ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള വിശ്വാസമുണ്ട്, സദാചാരത്തിൻ്റെ സമൂഹത്തിൻ്റെ പതിവ് സദാചാരങ്ങളെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിജയ് ജെയിംസ് ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ നേരത്തെ ഈ പുരസ്കാരങ്ങൾക്ക് പുറമേ തന്നെ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മലയാളത്തിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹിത്യധാര ഒരു വക്താവോ അല്ലെങ്കിൽ പ്രയോക്താവോ ആണ് വിജയ് ജെയിംസ്. അങ്ങനെ ഇത്രയും ഒരു സെറിബ്രൽ ആയിട്ടുള്ള ഒരു നോവലിനും ബൗദ്ധികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നോവലിനും മലയാളത്തിൽ അതിനൊരു വായനക്കാരുണ്ട് എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നതും സന്തോഷകരമായ കാര്യമാണ്.